ഹായ് ഹലോ, നമ്മുടെ വിൻറ്റേജ് ഹോം മെയ്ഡ് ജേർണൽ സപ്ലൈസിൻ്റെ പാർട്ട് 3 ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ജേർണൽ ഉണ്ടാക്കിയായിരുന്നു, പിന്നെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയ സമയത്ത് എല്ലാം ഒരു കോഫി ബ്രൗൺ തീമിലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി കുറച്ച് മിനി പാറ്റേൺ പേപ്പേഴ്സും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഒരു ബ്ലാക്കും വൈറ്റും പിന്നെ ന്യൂസ് പേപ്പർ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് പണി തുടങ്ങിയേക്കാണ്. അപ്പോൾ ആദ്യം കുറച്ചിങ്ങനെ പഞ്ച് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നോർമലി നമ്മൾ വിൻറ്റേജ് ജേർണലൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഹോളൊക്കെയുള്ള സംഭവങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഈ കാണുന്ന കുഞ്ഞി പേപ്പേഴ്സ് എല്ലാം 5.5 ഇൻറ്റു 6.5 സെൻറ്റിമീറ്ററിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ജേർണലിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ പാറ്റേൺ പേപ്പറൊക്കെ റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ ജേർണലാണ് അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞ് ജേർണലാണെങ്കിൽ അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് മാത്രം പാറ്റേൺ പേപ്പേഴ്സ് റെഡിയാക്കുക. വൈറ്റ് പേപ്പേഴ്സ് പോയിട്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെ പല കളറിലുള്ള ക്യാരി ബാഗ് കാണും. ഇപ്പോൾ ചിലത് ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആയിരിക്കും, ചിലത് ലൈറ്റ് ബ്രൗൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല ഷെയ്ഡ്സിലുള്ള കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും. പിന്നെ ഇതെല്ലാം ഇതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഹോം മെയ്ഡായിട്ട് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. എല്ലാം ഭയങ്കര ഈസിയുമാണ്. പിന്നെ ഇത് ഇതുപോലെ ക്രഷ് ചെയ്യുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നോർമൽ ജേർണൽ ചെയ്യുമ്പോൾ പോലും കളർ പേപ്പറൊക്കെ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ജേർണൽ കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ വല്ലാത്തൊരു ഡിസൈനാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈസി ആയിട്ട് മടി പിടിച്ചിരുന്നപ്പോൾ ചെയ്ത പരിപാടിയാണ്. പിന്നെ ഇത് എൻ്റെ കല്യാണ ലെറ്ററിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻവലപ്സ് ആവാം, അല്ലെങ്കിൽ കല്യാണ ലെറ്റർ ആവാം, എന്തിൽ നിന്ന് വേണമെങ്കിലും നമുക്കിതുപോലെ സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ന്യൂസ് പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ യൂഷ്വലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് എടുക്കാറ്. ഇനി മലയാളം ആണെന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് വരുന്ന ആ ഒരു പാർട്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ എല്ലാം സത്യം പറഞ്ഞാൽ തട്ടിക്കൂട്ട് പരിപാടിയാണ്. നിങ്ങളും ഇതുപോലെ തട്ടിക്കൂട്ടിക്കോളും. മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ നമ്മളെപ്പോഴും ചെയ്യാറ്. അപ്പോൾ വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.